നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ന് വലിയ തിരിച്ചടികൾ നേരിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-നൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച പല പ്രമുഖരും പാർട്ടി വിട്ടുകൊണ്ട് UDF-നൊപ്പം ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് കാണുകയാണ്. ആദ്യം LDF വിട്ട് LDF-നൊപ്പം ഏതാണ്ട് വർഷങ്ങളോളം ചേർന്ന് നിന്ന PV അൻവർ കഴിഞ്ഞ വർഷമാണ് LDF-നോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വന്നത്. പിന്നീട് UDF-മായി സഹകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ബേപ്പൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. 2 മാസം മുൻപാണ് 15 വർഷത്തോളം CPM-ന്റെ MLA ആയിരുന്ന ഐഷ പോറ്റി, കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA ആയിരുന്നു അവർ. ഐഷ പോറ്റി ഏറെക്കാലമായിട്ട് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അവരും പാർട്ടി വിട്ടുകൊണ്ട് UDF-നൊപ്പം ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസിൽ അവർ അംഗത്വം എടുത്ത് കൊട്ടാരക്കരയിൽ സജീവ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൊട്ടാരക്കരയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റി രംഗത്തിറങ്ങുമെന്നാണ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നിരവധി ആളുകൾ LDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ആ ഇടതുപക്ഷം വിട്ടുകൊണ്ട് UDF-നൊപ്പം ചേർന്ന് അവർ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും LDF-നൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ അനുഭാവികളായിട്ട് നിൽക്കുന്ന കേരള സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവര് LDF-ന് ഇനി ഒരു ഭരണം കൊടുക്കരുത് എന്ന വരെ കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാറാണ് LDF-നോട് ഇടഞ്ഞ് ഇപ്പോൾ പുറത്തു വരാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത്. അദ്ദേഹത്തെ ഈ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പുറത്താക്കിയത് വലിയ വിവാദമായിരുന്നു. അതിൽ അദ്ദേഹം തനിക്കുള്ള അതൃപ്തി, നീരസം കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു തീരുമാനമായി പോയി, ഒരു നടപടിയായി പോയി. തന്നെ ഒരു അറിയിപ്പുമില്ലാതെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. കാരണം ഒരു IFFK-യുടെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം നടക്കുന്ന ഒരു ഭാഗത്ത്, മറുവശത്ത് ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അദ്ദേഹം വ്യാപൃതനായിട്ട് അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നതിനിടയ്ക്കാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും നീക്കുന്നത്, പുതിയ ഒരു ചെയർമാനെ അവിടെ നിയമിക്കുന്നത്. അപ്പോൾ അത് തനിക്ക് വലിയൊരു വേദനയുണ്ടാക്കി, വലിയ രീതിയിൽ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അതിൽ താൻ വലിയ അതൃപ്തനാണെന്ന് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. പ്രേംകുമാറിനെ ഒപ്പം കൂട്ടാനായിട്ട് കോൺഗ്രസ് നിരവധി ചർച്ചകൾ ഇങ്ങനെ നടത്തുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനോട് അദ്ദേഹം നോ പറയുന്നില്ല. പല നേതാക്കളും തന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം താൻ ഇപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരാനുള്ള ഒരു തീരുമാനം, മുൻകൂട്ടി ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയല്ല താൻ. അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പോലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താൻ മുൻപ് വിദ്യാർത്ഥി കാലത്ത് KSUവിന് വേണ്ടിയിട്ട് മത്സരരംഗത്തിറങ്ങുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള വ്യക്തിയാണ്. തനിക്ക് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. താൻ പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് LDF-ഉമായിട്ട് CPM-ഉമായിട്ട് ചേർന്ന് പോകാൻ തീരുമാനിക്കുന്നത്. തൻ്റെ ആദ്യ സിനിമ, ആ സിനിമ അതിൽ അഭിനയിച്ച ഒരു സാഹചര്യമാണ്. അതായത് സഖാവ് P കൃഷ്ണപിള്ളയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമ, അതിൽ നായകനായിട്ട് വന്നത് പ്രേംകുമാർ ആയിരുന്നു. അതാണ് തന്നെ സ്വാധീനിച്ചത്. അങ്ങനെയാണ് താൻ CPM-നോട് ഒപ്പം ചേർന്ന് പോകാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ പ്രേംകുമാറിനെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് ഒരു തന്റെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ അത് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഒരു ആലോചന കോൺഗ്രസിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ പ്രേംകുമാറിനെ അവിടെ രംഗത്തിറക്കിയാൽ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ കഴിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 3ാം സ്ഥാനത്തേക്ക് പോയ ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെ ഇത്തവണ പ്രേംകുമാറിനെ പോലെ ഒരു നേതാവിനെ, ഒരു വ്യക്തിയെ ഇറക്കുകയാണെങ്കിൽ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകളും സമാഹരിക്കാൻ പ്രേംകുമാറിന് കഴിയും. അങ്ങനെ മികച്ചൊരു പോരാട്ടം നടത്താൻ കഴിയും. ആ മണ്ഡലം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കോൺഗ്രസ് ഉൾപ്പെടെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പേരെന്ന് പറയുന്നത് A സുരേഷ് ആണ്. നമുക്കറിയാം VS-ന്റെ വിശ്വസ്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ലേബൽ തന്നെ. VS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് A സുരേഷ്. വർഷങ്ങളായിട്ട് SFI-യിലൂടെ
തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി CPM-ന്റെ പ്രമുഖ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിലൊക്കെ ഉൾപ്പെടെ ഇരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്തരത്തിൽ CPM രാഷ്ട്രീയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സുരേഷ്, അദ്ദേഹത്തെ നമുക്കറിയാം 2006-11 കാലഘട്ടത്തിൽ PS മുഖ്യമന്ത്രിയായിരിക്കെ PS വലിയ വിഭാഗീയത കേരള CPM-ൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് CPM-നൊപ്പം അല്ലെങ്കിൽ PS-നൊപ്പം ഉറച്ചു നിന്ന സുരേഷ് ഉൾപ്പെടെയുള്ള പല അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പല അംഗങ്ങളെയും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് VS-നെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി VS-നൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ സുരേഷ് ഉൾപ്പെടെയുള്ള പലരെയും പുറത്താക്കുന്ന, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് ഇതുവരെയും അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഉള്ള തന്റെ നീരസം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. MA ബേബിയോട് പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് തന്നെ തിരിച്ചെടുക്കാതിരിക്കാനുള്ള കാരണം? താൻ പലതവണ പാർട്ടിയോട് അഭ്യർത്ഥിച്ചു, അല്ലെങ്കിൽ പലതവണ കത്ത് കൊടുത്ത് തന്നെ തിരിച്ചെടുക്കണമെന്ന്. പുറത്താക്കി ഇത്രയും കാലമായിട്ടും യാതൊരു കാര്യവുമില്ലാതെ പുറത്താക്കിയിട്ട് ഇത്രയും കാലമായിട്ടും തന്നെ തിരിച്ചെടുക്കുന്നില്ല എന്നൊരു വിഷമം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് UDF കോൺഗ്രസ് നേതൃത്വം സുരേഷുമായിട്ട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്, ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നത്. അത് സുരേഷ് തന്നെ കഴിഞ്ഞയാഴ്ച സ്ഥിരീകരിച്ചതാണ്. പല പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും താനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം മുന്നിട്ട് വെച്ചിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ താൻ ഒരു മറുപടി കൊടുത്തിട്ടില്ല, യെസ്സോ നോയോ താൻ കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് സുരേഷ് UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങും എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മലമ്പുഴ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. കാലങ്ങളായിട്ട് CPM-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. EK നയനാരെ പോലെ, VS അച്യുതാനന്ദനെ പോലെയുള്ള പ്രമുഖ നേതാക്കളെ ജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഏറെക്കാലം VS-ന്റെ കോട്ടയായിരുന്ന മണ്ഡലമാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രഭാകരനാണ് മലമ്പുഴയിലെ സിറ്റിംഗ് MLA. അത്തരത്തിൽ CPM-ന്റെ ഒരു കോട്ട കൊത്തളത്തിൽ അവർക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ തിരക്കിയുള്ള ഒരു യാത്രയാണ് കോൺഗ്രസ്. അത് സുരേഷിൽ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് UDF-ന് അവിടെ മികച്ച ഒരു പ്രകടനം നടത്താൻ കഴിയുന്നില്ല. 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് UDF ഉള്ളത്. ഒരു 2000-ന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ശക്തമായ ഒരു പോരാട്ടം നടത്തിയ തെരഞ്ഞെടുപ്പ് 2001 കോൺഗ്രസ് തരംഗം സംസ്ഥാന വ്യാപകമായിട്ട് ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ സതീശൻ പാച്ചേനിയായിരുന്നു. എതിർ സ്ഥാനാർത്ഥി VS അച്യുതാനന്ദനായിരുന്നു. അന്ന് ശക്തമായ പോരാട്ടമാണ് സതീശൻ പാച്ചേനി നടത്തിയത്. വെറും 4000-ഓളം വോട്ടുകൾക്കാണെന്ന് VS അച്യുതാനന്ദൻ ജയിച്ചത്. അപ്പോൾ അത്രയ്ക്ക് മികച്ച ഒരു പോരാട്ടം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതിനുശേഷം പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. പിന്നീട് PS 2006-ൽ അവിടെ വരുമ്പോൾ വീണ്ടും 20,000-ആയിട്ട് ഭൂരിപക്ഷം ഉയരുന്നു. പിന്നീട് 2011-ലും ശക്തമായ ഭൂരിപക്ഷത്തിലാണ് VS ജയിക്കുന്നത്. പിന്നീട് CPM-ന്റെ ഒരു കോട്ട എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ 25,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രഭാകരൻ ജയിച്ചത്. അവിടെ 2-ാം സ്ഥാനത്ത് BJP-യാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ സുരേഷിനെ പോലെ CPM പാരമ്പര്യമുള്ള, ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കിയ ഒരു നേതാവ്, അദ്ദേഹത്തിന് അവിടെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള പലരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, അതായത് നിലവിലെ CPM-ന്റെ അവസ്ഥയിൽ മനം നൊന്ത് പാർട്ടിയോട് മാനസികമായിട്ട് അകന്നു നിൽക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകളുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവരൊക്കെ തന്നെ സുരേഷിന് പിന്തുണയുമായിട്ട്, മാനസികമായിട്ട് പിന്തുണയുമായിട്ടൊക്കെ തന്നെ ഉള്ളവരാണ്. അത്തരത്തിൽ സുരേഷ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആ വോട്ടുകളൊക്കെ തന്നെ UDF-ന്റെ വോട്ട് ബാങ്കിന് ഉപരിയായിട്ട് വ്യക്തിപരമായിട്ട് നിരവധി വോട്ടുകൾ CPM ഉൾപ്പെടെ ശേഖരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ്. അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് സുരേഷിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ വാർത്തകളെ തമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല സുരേഷ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മലമ്പുഴയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി സുരേഷാണ് എന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് പാലക്കാടേക്ക് എത്തുമ്പോൾ സുരേഷ് ആ യാത്രയിൽ പങ്കാളിയാകും എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അക്കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മൗനം അത് ശരിവെക്കുന്നുണ്ട്. അദ്ദേഹം അത് തള്ളി പറയുന്നില്ല അത്തരമൊരു കാര്യം. അദ്ദേഹം പാലക്കാട് VD സതീശന്റെ പുതിയ യാത്ര വരുമ്പോൾ ആ യാത്രയിൽ പങ്കെടുക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ സുരേഷുമായിട്ടുള്ള നടത്തിയ ചർച്ചയിൽ
ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന പ്രമുഖ നേതാക്കൾ തന്നെ തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ തന്നെ നേരിട്ട് ഒരു പക്ഷേ എ സുരേഷുമായി സംസാരിച്ച അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ, ഈ യാത്ര എത്തുമ്പോൾ എ സുരേഷ് ആ യാത്രയുടെ ഭാഗമാകും, അങ്ങനെ യു ഡി എഫിന്റെ ഭാഗമാകും. ഒരുപക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാകും എ സുരേഷ് അവിടെ ആ യാത്രയിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരെന്ന് പറയപ്പെടുന്ന പലരും ഇതിനോടകം പാർട്ടി വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഇടതുപക്ഷ സഹയാത്രികനായെത്തിയ CPM-ന്റെ മുഖമായിരുന്ന BN ഹസ്കർ, അദ്ദേഹം അടുത്തിടെയാണ് CPM-ന്റെ നിലപാടുകളിൽ, വർഗീയതയോടുള്ള അവരുടെ സമരസപ്പെടലിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷം വിട്ട് UDF-നൊപ്പം ചേർന്ന് അദ്ദേഹം RSP-യിൽ അംഗത്വം എടുത്തു. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ നിലവിലെ ഒരു 10 വർഷത്തെ CPM-ന്റെ ഭരണം, LDF-ന്റെ ഭരണം പൂർത്തിയാകുന്ന വേളയിൽ CPM-നെ ആ അണികൾ പോലും, പാർട്ടിയുടെ അണികൾ പോലും കൈപിടിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പലരും ആ കൂടാരം വിട്ട്, LDF കൂടാരം വിട്ടുകൊണ്ട് UDF-നൊപ്പം ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ നിരവധി ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്ന പല വിസ്മയങ്ങളും ഉണ്ടാകുമെന്ന്. അപ്പോൾ പല പാർട്ടികൾ UDF-ലേക്ക് വരുന്നു എന്നതാണ് മാധ്യമങ്ങൾ അതിനെ വിശകലനം ചെയ്തതെങ്കിൽ, വ്യാഖ്യാനിച്ചതെങ്കിൽ സതീശൻ അന്നേ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. പാർട്ടികൾ വരുന്നത് മാത്രമല്ല, UDF-ന്റെ ബഹുജനാടിത്തറ വിപുലമാക്കും, അതിനകത്ത് വ്യക്തികളുണ്ടാകും, പ്രസ്ഥാനങ്ങളുണ്ടാകും, അത്തരത്തിൽ പല ആളുകളും വന്നു ചേരും. ആ ഒരു വിസ്മയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. VS-ന്റെ വിശ്വസ്തനായിരുന്ന എ സുരേഷ്, അദ്ദേഹം LDF-ന്റെ പാത വിട്ട് UDF-ലേക്ക് എത്തുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരത്തിനിറങ്ങും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.